കോൺഗ്രസിന് ഒരേ ഒരു ഡിമാൻഡ് ADMKയും BJPയുമായി ചേർന്ന ആരും ഈ സഖ്യത്തിലുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഈ ബ്രദർ എന്ന് വിളിച്ചില്ലേ, സ്റ്റാലിനാണ് അതിനേക്കാൾ കൂടുതൽ ബ്രദറിന് രാഹുലിനെ വിളിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദർ സഹോദരൻ വിളിച്ച സ്റ്റാലിനും രാഹുൽ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ ബ്രദർ എന്ന് വിളിച്ചു. എസ്കെ ഇവിടുത്തെ പ്രശ്നം നമ്മൾ പറയുന്നത് ഇപ്പം MP എന്ന് പറഞ്ഞാൽ മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ മൂർത്തമായ ഉറപ്പായി സ്വീകരിക്കണം. അതിൽ കോൺഗ്രസിന് 100% അർഹതയുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചവർ 9 ലോക്സഭാ സീറ്റ് ആ സഖ്യത്തിന്റെ ഭാഗമായി വോട്ടിൽ കൂടെ കിട്ടിയവർ ഒന്ന് പറയുക എന്ന രാഷ്ട്രീയ മര്യാദ ഓഫ് കോഴ്സ് ഉണ്ട്. അത് അവിടെ ഉണ്ടായില്ല. ഇനി വിജയ് നേരിടാമെന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയോ എസ്കെ BJPക്ക് ഈ അപ്രൂട്ടിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്ന അവരുടെ കുപ്രസിദ്ധമായ സ്ട്രാറ്റജി ഉണ്ട്. അതായത് ഒരു സംസ്ഥാനത്ത് അടിയുറച്ച് വാഴുന്ന ഒരു ഏതെങ്കിലും കക്ഷിയെ തകർക്കുക. അത് ബംഗാളിൽ ഒഡീഷയിലൊക്കെ നമ്മൾ കണ്ട അപ്രൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കടപുഴക്കൽ സ്ട്രാറ്റജി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ഒരു ശക്തമായി അടിയുറച്ച് നിൽക്കുന്ന ഈ സഖ്യങ്ങളെ പൊളിച്ചു കളയുക. അവിടെ വേറൊരു ഫോഴ്സ് വരുമ്പോൾ അതിനിടയ്ക്കൂടെ കയറി അധികാരം പിടിക്കുക എന്ന് പറയുന്ന പല സംസ്ഥാനങ്ങൾ കണ്ടതാണ്. അതടക്കം തമിഴ്നാട് ഇനി ഭയക്കണം. രണ്ടാമത്തെ കാര്യം, വിജയ് ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ ഫ്രീ ബീസ് എല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കിയാൽ തന്നെ 40,000 കോടി മുതൽ 50,000 കോടി വരെ ആവശ്യമുണ്ട്. ഇപ്പൊ ഏറ്റവും പെട്ടെന്ന് ഒരു പക്ഷേ വിജയ് ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അതിനകത്ത് ഈ ഖജനാവിൽ പൈസ ഒന്നും ബാക്കിയില്ല. ഞാൻ ഒരു സാധാരണക്കാരൻ, നിങ്ങളെ ഒരു സാധാരണക്കാരാണ്, എനിക്ക് സമയം വേണം എന്നൊരു മുൻകൂർ ജാമ്യം കൂടി ഇന്ന് എടുത്തു. അപ്പൊ അതടക്കം വിജയ് നേരിടാമെന്ന വെല്ലുവിളികൾ ചെറുതല്ല. അല്ല, ഇതിൽ ഒരു കാര്യം കൂടി പറയാനുള്ള, ഇപ്പൊ അപ്രൂട്ടിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച് ഹാഷ്മി പറഞ്ഞല്ലോ, അത് BJPയുടെ ഒരു നയമാണ്. അതിനു മുമ്പ് ജനസംഘം ഉണ്ടായിരുന്ന കാലത്തെ അവർ ഒരു രാജ്യം ഒരു സംസ്കാരം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വിഘാതമായി BJPയുടെ ആ നയത്തിന് വിഘാതമായി ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികൾ ശക്തി പ്രാപിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികൾ അധികാരത്തിലേക്ക് എത്തുകയും അല്ലെങ്കിൽ അധികാരത്തിൽ അവരുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാലഘട്ടം സമീപകാലത്തുണ്ടായിരുന്നു. അത് അവരെപ്പോഴും BJP പറയുന്ന ഇങ്ങനെയുള്ള ഈ പ്രാദേശിക പാർട്ടികൾ ആ പ്രാദേശിക വികാരം മാത്രം പ്രതിഫലിപ്പിക്കുന്നവരാണ്. അവരൊരിക്കലും ദേശീയ താല്പര്യത്തിനൊപ്പം നിൽക്കുന്നവരല്ല. അവർ എപ്പോഴും ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ആണ്. അവർ വംശപരമായിട്ടുള്ള ഈ അധികാര തുടർച്ചയിൽ വിശ്വസിക്കുന്നവരാണ്. ഒന്നുകിൽ മകൻ അല്ലെങ്കിൽ മകൾ എന്ന നിലയിലേക്കാണ് അവർ അധികാര കൈമാറ്റം നടത്തുന്നത്. അതൊക്കെ മാറണം എന്നതായിരുന്നു BJPയുടെ ഒരു കാഴ്ചപ്പാട്. ഏതാണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ BJP അവരുടെ ആ സ്ട്രാറ്റജി, ഇപ്പോൾ ബംഗാളിൽ ഏറ്റവും ഒടുവിലായി മമതാ ബാനർജിയെ അവിടെ പരാജയപ്പെടുത്തി BJP തന്നെ അധികാരത്തിലേക്ക് എത്തുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ വിജയാണ്. അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതായത് ആ കൂട്ടായ്മയിലേക്ക്, ആ നിലയിൽ ബീഹാറിൽ RJDയെ തകർക്കുക, ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയെ തകർക്കുക, അവിടെ മായാവതിയെ BSPയെ തകർക്കുക. അങ്ങനെ ഈ പ്രാദേശിക പാർട്ടികൾ അതിലിപ്പോൾ ചെറിയ തോതിലെങ്കിലും വെല്ലുവിളി ഉയർത്തുന്നത് BJPക്ക് 2 സംസ്ഥാനങ്ങളിലാണ് എന്ന് പറയാം. 3 സംസ്ഥാനം. ഒന്ന് വിജയുടെ ഈ തമിഴ്നാട്, അതോടൊപ്പം ജമ്മു കാശ്മീർ, അവിടെ നാഷണൽ കോൺഫറൻസ് ആണ് അധികാരത്തിലുള്ളത്. മറ്റൊന്ന് ജാർഖണ്ഡാണ്. ഇതൊഴിച്ചു നിർത്തിയാൽ ബാക്കി മറ്റിടങ്ങളിലൊക്കെ അവർക്ക് ഈ പ്രാദേശിക പാർട്ടികളെ ഏതാണ്ട് പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ തകർക്കുന്നത്. വിജയ്ക്ക് ഇപ്പൊ സ്റ്റാലിൻ ഒരു പ്രതിരോധ കോട്ട അവിടെ ഉയർത്തിയായിരുന്നു. സ്റ്റാലിൻ കട്ട പ്രതിരോധ കോട്ട സംഘരാഷ്ട്രീയത്തിന് ഉയർത്തിയായിരുന്നു. അപ്പൊ ആ കരുത്തിൽ ആ പ്രതിരോധ കോട്ട ഉയർത്താനുള്ള കരുത്ത് വിജയ്ക്കുണ്ടോ എന്നത് അത് വരുംകാല തമിഴക രാഷ്ട്രീയം തരേണ്ട ഉത്തരവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.